അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അതിനായി ഒരു പാൻ എടുത്ത് അതിലൊരല്പം എണ്ണ ഒഴിച്ച് ഒരു പച്ചമുളകും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കണം. നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഒരു 2 സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 2 സവാള ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർക്കാനുണ്ട്. 1 സ്പൂൺ ഉപ്പ് മതിയാവും. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ള ഒരു പകുതി തക്കാളി, അല്പം പുളിയില്ലാത്ത പഴുത്ത ഒരു പകുതി തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേരുവകൾ പൊടികളൊക്കെ ചേർക്കാം. ആദ്യം 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കറി മസാലപ്പൊടി, അടുത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. 2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൂന്തൽ ചേർക്കാം. കൂന്തൽ കൂടെ ചേർത്ത് നമുക്ക് മസാല എല്ലായിടം ആകുന്ന വിധം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് പ്രത്യേകം വെള്ളമൊന്നും ആവശ്യമില്ല. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വെന്തോളും. അതുകൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ കൂന്തൽ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ വിതറാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഈ റെസിപ്പി. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.